നമസ്കാരം. ഇന്ന് നവമാധ്യമങ്ങളിലൂടെയാണല്ലോ എല്ലാ വിഷയങ്ങളിലും പ്രതികരണം വരുന്നത്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹരി പാലോടെന്ന ഞാൻ കോഴിക്കോട് ചാലപ്പുറത്ത് ആഗസ്റ്റ് 16 നടന്ന അഖണ്ഡഭാരത സങ്കല്പദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദേശരക്ഷാ റാലിയെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ റിയാക്ഷൻ വീഡിയോകളൊക്കെ സ്വാഭാവികമാണ് സമൂഹ മാധ്യമത്തിൽ. ആ റിയാക്ഷൻ വീഡിയോകൾ നാം കാണാറുണ്ട്. അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഏതു തരത്തിലുള്ള പ്രചരണമായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമുക്ക് ഫലവത്താവും. നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഈ സംഘടനയുടെ പരിപാടികൾ എത്തുക എന്നുള്ളതാണ് ഈ പ്രചരണത്തിലൂടെ നമ്മൾ കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊന്നും മറുപടി പറയേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ സംഘടനയുടെ ഒരു കാര്യകർത്താവിൻ്റെ പേരെടുത്ത് അതിനെ നെഗറ്റീവാക്കി അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് എന്നൊക്കെയുള്ള തരത്തിൽ പ്രചരണം വരുന്നു. ആ പ്രചരണം കണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക്, ഈ പ്രചരണം നടത്തിയ ആളിന്റെ പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള ആക്ഷേപിക്കുന്ന അത് ഹിന്ദുത്വ ആശയങ്ങൾ അവരവരുടെ അറിവിൽ നിന്നുള്ള അവരവർക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വീഡിയോകൾ ചെയ്യുമ്പോൾ അത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് ചെളിവാരി എറിയുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാളുടെ മുഖം എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണവുമായിട്ട് ഞാൻ രംഗത്ത് വന്നത്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ഡോക്ടർ പ്രവീൺ തൊഗാഡിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശും നേപ്പാളും ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തും ഹിന്ദു സമാജത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ധാർമ്മിക പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ കേരളത്തിൽ തീവ്രവാദം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പരിമിതമായിട്ടുള്ള ചുരുങ്ങിയ അറിവായിരിക്കാം. പക്ഷേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും നന്മയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ള ഒരു ശൈലിയാണ്, ഒരു രീതിയാണ് എൻ്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഞാൻ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനം ആശയപരമായിട്ട് എനിക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ ഇത്രയും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കാതെ പോയാൽ അത് ഈ വിഷയത്തിന് ന്യായീകരിക്കുന്നതാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അഖണ്ഡഭാരത സങ്കല്പദിന പരിപാടിയുടെ റാലിയെ എടുത്തിട്ടാണ് ഇദ്ദേഹം ഈ റിയാക്ഷൻ വീഡിയോ എന്നുള്ള തരത്തിൽ ചെയ്തത്. അത് വിഷയം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് അഖണ്ഡഭാരത സങ്കല്പദിനം, ദേശരക്ഷാ റാലി, ഈ ഭാരതമാതാവിന് വേണ്ടിയിട്ട് ഈ നാടിൽ ഉയർന്നു വരുന്ന വിഘടനവാദത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഇത്തരത്തിലുള്ള പരിപാടികളെ അധിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട്, ആ പരിപാടികളെ ഇത്തരത്തിൽ ട്രോൾ വീഡിയോകൾ ഇറക്കിക്കൊണ്ട് അപമാനിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഇയാളുടെ പ്രൊഫൈലിലേക്ക് പോയി നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇയാള് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, വീഡിയോകളാണ് ചെയ്തുകൊണ്ട് നവമാധ്യമങ്ങൾ നിലനിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ നാടിനെതിരായിട്ടുള്ള ആശയങ്ങൾ നിരന്തരം തൻ്റെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ദേശവിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഈ അഖണ്ഡഭാരത സങ്കല്പദിന പരിപാടി എടുത്തിട്ട് പറയുന്നത്, എൻ്റെ പൗരാണികർ സമ്പാദിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്നിട്ടാണ് ഇപ്രകാരം ഒരു പരിപാടി നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൗരാണികരാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് ആ വീഡിയോയിലൂടെ ഇയാൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവസാന ഭാഗത്ത്. എനിക്ക് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ഒരു കാര്യകർത്താവ് എന്നുള്ള നിലയ്ക്ക് പറയാൻ സാധിക്കുന്നത്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ ബാല സ്വയംസേവകനായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മാതൃപ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് തികഞ്ഞ ഭക്തിയാണ്, ആദരവാണ്. ഒരു തരത്തിലും സംഘ ആശയങ്ങൾ ഉൾക്കൊള്ളാതെയല്ല അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് രൂപം കൊണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഘപരിവാറിൽ നിന്ന് വേറിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം വേറെയാണ്. അത് ഈ ഒരു വിഷയവുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ആശയം എന്താണ് എന്നുള്ളത് ചിന്തിച്ചാൽ ഏതൊരു വ്യക്തിയുടെ മുന്നിലും നിസ്സംശയം പറയാൻ സാധിക്കും. ഡോക്ടർ ഹെഡ്ഗേവാർ വിഭാവനം ചെയ്ത
അതേ ആശയം ഗുരുജി ഗോൾവർക്കർ ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഈ രാജ്യത്താകമാനം യാത്ര ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിലെ ജനതയിലേക്ക് പകർന്നു നൽകുവാൻ പരിശ്രമിച്ച ആ ആശയം തന്നെയാണ് ഈ നാടിന്റെ അത്യുന്നതി, ഈ രാഷ്ട്രത്തിന്റെ പരംവൈഭവം. ആ പരംവൈഭവം തന്നെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കുന്നത്. കാരണം അങ്ങനെ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളുടെ ആ കുടുംബ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പൗരാണികർ നമുക്ക് കാട്ടിത്തന്ന ആ മഹത്തായിട്ടുള്ള ദർശനങ്ങളുടെ ആ കാഴ്ചപ്പാടിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ആർക്ക് മുന്നിലും പറയാൻ സാധിക്കും. ഈ അഖണ്ഡ ഭാരത സങ്കല്പത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്ര സ്വാതന്ത്ര്യം ഷൂ നക്കി നേടിയ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത വീര സവർക്കർ നേടിയ ആ സ്വാതന്ത്ര്യ പോരാട്ടമല്ല, ഞങ്ങളുടെ പൗരാണികർ കാഴ്ചവെച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ഈ നാടിന് സ്വാതന്ത്ര്യം നൽകിയത് എന്ന് ഈ വീഡിയോയിലൂടെ ഇയാൾ അവകാശപ്പെടുമ്പോൾ ഇയാൾക്ക് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാവണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് മുന്നോട്ട് വന്നത്. ഇത് പരമാവധി ഷെയർ ചെയ്യണം, പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. എൻ്റെ പ്രിയമുള്ള സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഞാൻ ഇദ്ദേഹത്തിന് അതിനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് ഓണക്കാലമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംഘടനാ പരിപാടികളൊന്നും ഉത്രാടം മുതൽ 3 ദിവസത്തേക്കില്ല. ഞാൻ പൂർണ്ണമായിട്ട് ഫ്രീ ആണ്. മറ്റു സംഘടനാപരമായിട്ടോ വ്യക്തിപരമായിട്ടോ മറ്റു യാതൊരുവിധ തിരക്കുകളുമില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ, തിരുവനന്തപുരത്താണെങ്കിൽ ഗാന്ധി പാർക്കിലോ രക്തസാക്ഷി മണ്ഡപത്തിലോ എവിടെയാണെന്ന് വെച്ചാലും പരസ്യമായിട്ടൊരു വേദി ഒരുക്കി തിരുവോണ നാളിലോ ഉത്രാടത്തിനോ അല്ലെങ്കിൽ തിരുവോണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസത്തിലോ ഒരു സമയം പറഞ്ഞാൽ ആ വേദിയിൽ പരസ്യമായിട്ട് ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ അഖണ്ഡ ഭാരത സങ്കല്പത്തെ അപമാനിച്ച നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ സംവാദ സദസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ അഖണ്ഡ ഭാരത സങ്കല്പ ദിനത്തെ ഇത്തരത്തിൽ വന്ന് അവഹേളിച്ച അല്ലെങ്കിൽ ഭാരതത്തിന്റെ അഖണ്ഡതയെ അപമാനിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംഭാവന നൽകിയവരാണ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് സംവദിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം. ഇതോ നിങ്ങളുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായി ഞാൻ വയ്ക്കുകയാണ്. വാര്യംകുന്ന് അഹമ്മദ് ഹാജി നടത്തിയ മാപ്പിള ലഹളയുടെയും അതുപോലെ തന്നെ ഹിന്ദു നരഹത്യയുടെയും ചരിത്രമല്ലാതെ, ടിപ്പുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്ഷേത്ര ധ്വംസനങ്ങളുടെ ചരിത്രമല്ലാതെ, ഈ നാട്ടിലെ പാവപ്പെട്ട സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള സ്ത്രീജനങ്ങളെ അപഹരിച്ച് അപമാനിച്ച് ബലാത്സംഗം ചെയ്ത ചരിത്രമല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തു ചരിത്രമാണുള്ളത് എന്ന ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാടിനെ വിഭജിക്കുവാൻ വേണ്ടിയിട്ട്, മതത്തിന്റെ പേരിൽ വിഭജിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കൽ തയ്യാറായി എന്നുള്ളത് മാത്രമല്ല, ഈ നാടിനെ വീണ്ടും വീണ്ടും വിഭജിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ രാഷ്ട്രമാതാവിനെ സ്വന്തം അമ്മയോടൊപ്പം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നിങ്ങൾ വന്ദേ മാതരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തയ്യാറാകുന്നത് എന്നുള്ള ആ സത്യം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കാത്തത്? ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം ഈ ജന്മഭൂമിയെ കർമ്മഭൂമിയായിട്ടും മോക്ഷഭൂമിയായിട്ടും ഈ ജനിച്ച ഭൂമിയെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ഭൂമിയെ കർമ്മഭൂമിയായിട്ടും മോക്ഷഭൂമിയായിട്ടും അംഗീകരിക്കാത്ത ഒരു സമൂഹമാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ വന്ദേ മാതരത്തെ തള്ളിപ്പറയുന്നതും അതുപോലെ തന്നെ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് ഈ ധർമ്മത്തെ എതിർക്കാൻ തയ്യാറാവുന്നതും. ഈ വീര സവർക്കർ ഏറ്റവും കൂടുതൽ രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജയിൽവാസം അനുഭവിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ആ വീര സവർക്കറുടെ ജയിൽവാസത്തെ കുറിച്ചുള്ള ചരിത്രം നമ്മുടെ മുന്നിൽ എഴുതി ചേർക്കപ്പെട്ട ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രമായിട്ട് നിലനിൽക്കുമ്പോൾ നിങ്ങൾ വീര സവർക്കറെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്നുള്ള നിലയിൽ അപമാനിക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ വീര സവർക്കർ മുന്നോട്ട് വയ്ക്കുന്ന ശക്തമായിട്ടുള്ള ഹിന്ദുത്വവാദമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹിന്ദുസ്ഥാനാണ്. സൗദി അറേബ്യയിൽ ജോലിക്ക് പോകുന്ന, ദുബായിൽ ജോലിക്ക് പോകുന്ന, ഒരു വിദേശ അറബ് രാജ്യത്തിൽ ജോലിക്ക് പോകുന്ന ഒരു ഭാരതീയനെ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ അവിടുത്തെ അറബി വിശേഷിപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനി എന്നാണ്. എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോകുന്ന ഒരാളിനെ ഹിന്ദുസ്ഥാനി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇത് ഹിന്ദുസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഹിന്ദുസ്ഥാനിൽ വന്ദേ മാതരത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഹിന്ദുസ്ഥാനിൽ ഭാരതീയർക്ക്, ഹൈന്ദവ വിശ്വാസികൾക്ക് ഹിന്ദു ധർമ്മത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന നാടാണിത്. ഈ നാട്ടിൽ അധിനിവേശം നടന്നിട്ടുണ്ട്. ഈ നാട്ടിൽ അധിനിവേശ ശക്തികൾ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. ആ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും ഈ നാടിന്റെ ജനത കാണിച്ച ഒരു സൗഹാർദ്ദത, ഒരു സർവധർമ്മ സമഭാവന മനോഭാവം, ആ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ മസ്ജിദ് പോലും കൊടുങ്ങല്ലൂർ ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നാടിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുമ്പോൾ ആ പരിപാടിയെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട്, ആ പരിപാടിയിൽ എൻ്റെ പ്രഭാഷണം എടുത്തിട്ട് മറ്റൊരു സംഘടനയുടെ കാര്യകർത്താവിന്റെ പേര് അപമാനിക്കുന്ന തരത്തിലിട്ടിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചാൽ ഈ സംഘടനയുടെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നതിനപ്പുറത്തേക്ക് പേരും പ്രശസ്തിയും ആഗ്രഹിക്കാത്ത ഞങ്ങളെപ്പോലുള്ള നിസ്വാർത്ഥമായിട്ടുള്ള കാര്യകർത്താക്കന്മാർക്ക് ഇതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇനിയും തുടരും എന്നും ഞങ്ങൾക്കറിയാം. ഇത്തരത്തിലുള്ള പ്രവർത്തനം നിങ്ങൾ തുടരുക തന്നെ വേണം. പക്ഷേ ഈ നാടിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട്, ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഈ നാട്ടിൽ നിലവിലുണ്ട്. ആ സംഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകര് ഓരോ ഗ്രാമങ്ങളിലും ഈ കേരളത്തിൽ ഇന്ന് സംഘടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദേശീയ ധാരയിലേക്ക് കടന്നു വന്ന മുഴുവൻ സജ്ജനങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് RSSനോ ഹിന്ദു ഐക്യവേദിക്കോ ശശികല ടീച്ചർക്കോ വത്സൻ തില്ലങ്കരിക്കോ നിങ്ങൾ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിനോ എതിരായിട്ടല്ല, മറിച്ച് ഹിന്ദുത്വ ആശയങ്ങൾ എല്ലാ ആളുകളെയും സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിവിധ തലത്തിൽ വിവിധ രൂപത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എപ്രകാരമാണ് സാഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന ചെറുപുഴകളെന്ന പോലെ മുഴുവൻ പാതയിലേക്കും ഞങ്ങൾ യാത്ര ചെയ്യും. പക്ഷേ അവസാനം എല്ലാം ഒഴുകിയെത്തുന്നത് മഹാസാഗരത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അക്ഷീണം നടത്തുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ജിഹാദി കൂട്ടമേ, ആ ജിഹാദി കൂട്ടങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന പ്രചരണ കൂട്ടമേ, നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഈ രാഷ്ട്രത്തിന് വിഘാതമുണ്ടാക്കാതെ തടയുവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കരങ്ങൾ വെട്ടിമാറ്റി ഭാരതമാതാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകും. അതുമാത്രമാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വന്ദേ ഭാരതമാതരം.